ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളിൽ ജ്യോതി ബാബുവിന് ഒഴികെയുള്ളവരെ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ആരോഗ്യ പ്രശ്നം കാരണമാണ് ജ്യോതി ബാബു ഹാജരാകാത്തത്. ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ 10ാം പ്രതിയും CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കെ കൃഷ്ണൻ, കണ്ണൂർ കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവരെ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവർക്കുള്ള ശിക്ഷയിലും മറ്റ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിലും ഹൈക്കോടതിയിൽ വാദം നടക്കും. നോക്കാം. ഏറ്റവും ക്രൂരലും ബ്രൂട്ടലുമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതിനനുസരിച്ചുള്ള വിധി ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക്. മൂസന സുവിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് ചേരുന്നു. മൂസന, ഈ കേസിൽ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പേർക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ള കാര്യത്തിലാണോ ഇപ്പോൾ വാദം നടക്കുക? അജിംസ്, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 11 പ്രതികളാണ് ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിലാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഡിവിഷൻ ബെഞ്ചിൽ വാദം കേൾക്കുക. കൃത്യം 10:15 വാദം കോടതി നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിലെ 12ാം പ്രതിയായ ജ്യോതി ബാബു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ എത്താൻ സാധിക്കില്ല എന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നു. വൃക്കസംബന്ധമായ അസുഖം കാരണം ആണ് ഇത്തരത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ ബുദ്ധിമുട്ട് അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരം ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് കോടതിയിൽ ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. എങ്കിലും ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്യോതി ബാബു ഉൾപ്പെടെ 2 പേരെ കഴിഞ്ഞ ദിവസം കോടതി കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ ഇവർ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് വീണ്ടും ഇവരെ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നത്. ഇവരുൾപ്പെടെ 12 പേരാണ് ഇന്ന് ഈ കോടതിയിൽ ഈ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ട വാദത്തിൽ ഈ കോടതി നടപടികൾ ഉണ്ടാവുക. എന്താണെങ്കിലും നിലവിൽ ഇവർക്ക് 2 പേർക്കുള്ള കുറ്റം വിധിക്കും, അതുപോലെ ശിക്ഷ എന്താണെന്ന് വിധിക്കും. അതുപോലെ തന്നെ നേരത്തെ ജീവപര്യന്തം ലഭിച്ചിരുന്ന മറ്റ് 10 പ്രതികൾക്ക് അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇന്ന് വാദം നടക്കുക. പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ വാദിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിൽ നേരിട്ട്, അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് കരുതപ്പെടുന്ന ആദ്യ പ്രതികൾ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. മറ്റ് പ്രതികൾക്ക് ജീവപര്യന്തം പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടിക്രമങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിംസ്, ശരി.